എവിടെ ആളെവിടെ? ആ ഇവിടെയാണ്. ഓക്കെ. Welcome to the brand new episode of Kadayaladu Jeevitham Junior. This is me Parvati and let me hardly welcome the ultimate universal megabyte gigabyte, the star of the day, Harshan. എങ്ങനെയുണ്ടായിരുന്നു സാറേ ഇത്? അടിപൊളിയായിരുന്നു. ഏതാണ്ട് ട്രെയിൻ പോയ പോലെയാണ് അങ്ങോട്ട് പോയത്. ആ ട്രെയിൻ അങ്ങോട്ട് തല വെച്ച് ചത്താ മതിയായിരുന്നു എനിക്ക്. എന്താണോ ഇത് സാറേ? ഞാൻ പഠിപ്പിച്ച കുട്ടികളൊന്നും അങ്ങനെ മോശം വരാൻ സാധ്യതയില്ല സാറേ. ഇത്ര സ്പീഡ് വേണ്ട നമുക്ക്. പിന്നെ ഇത്ര സ്പീഡ് വേണ്ട. നമ്മുടെ കൊച്ചു പരിപാടിയല്ലേ കഥയില്ലത് ജീവിതം. ആരാന്നാ പറഞ്ഞ സാറേ? പാർവതി. അയ്യോ തങ്കം, മണിയുടെ പൈസ പണി സൈറ്റില് തങ്കം. ഇതെന്താ ഇത്? അയ്യോ ജടയൊന്നും കളയാതെ രാവിലെ ഇറങ്ങി പോന്നോ? അല്ല സ്റ്റൈൽ ഞങ്ങളെ പോലുള്ള ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ സാറേ? ഞാൻ വരത്തില്ലായിരുന്നല്ലോ ഇവിടെ. അല്ല, ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. എന്ന് ഇവളാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇവളെന്താ കുഴപ്പമുണ്ടോ നിനക്ക്? ഇവള് എന്റെ ഒരു സ്റ്റെപ്പ് അടിച്ചോണ്ട് പോയവളാ ഇവള്, അറിയാമോ? അത് മോശമായിട്ട്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ള 4-5 സ്റ്റെപ്പ് നിങ്ങളുടെ വീട്ടിലുണ്ട്. അത് ലോൺ എടുത്ത് വെച്ച് ആ സ്റ്റെപ്പ് എന്തിനാ കൊച്ചെടുത്തോണ്ട് പോയത്? അത് മോശമല്ലേ അത്? നിന്റെ വീട്ടിലെ സ്റ്റെപ്പ് നട എടുത്തോണ്ട് പോയെന്നല്ലേ പറഞ്ഞേ? യോ നട എടുത്ത കാര്യമല്ല സാറേ. പിന്നെ ഞാൻ തന്നെത്താൻ ഉണ്ടാക്കിയ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ദേ ഇങ്ങനെ ഒരു സ്റ്റെപ്പ്. അത് ഇവിടെ അടിച്ചോണ്ട് പോയി സാറേ. ആണോ? സർ ചിലപ്പോ അബദ്ധത്തിൽ വല്ല ഒന്നോ അബദ്ധത്തിലായിരിക്കും അത്. നിങ്ങളുടെ സ്റ്റെപ്പ് എടുക്കുകയോ എടുക്കാതിരിക്കോ അതൊക്കെ പുറത്ത്. ഞാൻ ഈ കുട്ടിനെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ പ്ലീസ്. സാറേ, ഇതിനു മുമ്പ് ചെയ്തോണ്ടിരുന്ന ഷോയ്ക്ക് ഞാൻ വിട്ട കുട്ടിയാണ്. അതിപ്പോ ഫീൽഡ് ഔട്ട് ആയെന്നേ ഉള്ളൂ. താങ്കൂട്ടത്തെ കുട്ടി എങ്ങനെ ഫീൽഡ് ഔട്ട്? നേരത്തെ മറ്റേ ഷോയ്ക്ക് ചെയ്തോണ്ടിരുന്നില്ലേ? നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ്. അത് ഫീൽഡ് ഔട്ടായി. ഫീൽഡ് ഔട്ടായി എന്ന് പറഞ്ഞാൽ ഈ ഷോയിൽ നിന്ന് ഔട്ടായിട്ട് സിനിമയിലേക്ക് പോയി. അതല്ലേ അത് വരാത്തത്. അതിന് പകരമല്ലേ ഈ 2 പേരൊക്കെ ഞാൻ കൊണ്ടുവന്നത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കുട്ടിയെ കോമഡി മാസ്റ്റേഴ്സിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ കഥയല്ല ജീവിതം ജൂനിയർ. അയ്യോടാ, അങ്ങനെ തീരുമാനിക്കല്ലേ. അതിനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. താനൊരു കാര്യം ചെയ്യും, ഈ കുട്ടിനെ കൊണ്ട് ഇവിടെ നിന്ന് വിട്ടു പോവാൻ നോക്ക്. ഇത് വേണ്ട വേണ്ട, പൊക്കോ. നീ ഒന്ന് സമാധാനപ്പെടും. ടാക്സി കൂലി വരികയാണെങ്കിൽ ഞങ്ങളങ്ങ് പൊക്കോണ്ട് തന്നെ. എങ്ങനെ? ടാക്സി കൂലി തരുമായിരുന്നെങ്കിലേ ഞങ്ങൾ 2 പേരും അങ്ങ് പൊക്കോ. ഇവിടെ നീ ജംഗ്ഷൻ ഇറങ്ങി ചെല്ലുമ്പോ തന്നെ ഉണ്ടല്ലോ, ആ ജംഗ്ഷനിൽ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് പൊക്കോ. അപ്പൊ കാശ് താനല്ലേ വിളിക്കുന്നത്, അപ്പൊ താൻ തന്നെ കൊടുത്താൽ മതി. അയ്യോ, കാശില്ല. പൈസ ഒന്നും ഇല്ലേ? ബസ് കൂലി ഒന്നുമില്ല. ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ളതല്ലേ? ഇല്ല. പൈസ ഒന്നും ഇല്ലേ? പൈസ ഒന്നും ഇല്ല. എന്തോ പറഞ്ഞോണ്ടോ വന്നത്? 700 രൂപ വൈകുന്നേരം തരാന്ന് പറഞ്ഞിട്ട് വന്നാണോ? 5 പൈസ നീ മിണ്ടല്ലേ? എനിക്ക് 700 രൂപ എനിക്ക് കിട്ടിയേനെ. സത്യം പറഞ്ഞാ, സത്യം വരുത്താണ്ട. കനാല് പണിക്കാരിയാണ് ഇതൊക്കെ. കനാല് പണിയല്ല, കെട്ടിടം പണിക്കാരിയാ. കണ്ടാ എന്തേലും ആയിക്കോട്ടെ സാറേ.